നിങ്ങളുടെ വിധിയെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ വീടാണ്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കു പടിഞ്ഞാറ് മൂല, അതായത് കന്നിമൂല, സൗത്ത് വെസ്റ്റ് കോർണർ, അവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അഗ്നികോണിലോ അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് അഗ്നികോൺ തന്നെയാണ്, അതല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് വായു കോണിലോ, അതായത് തെക്ക് കിഴക്കോ വടക്ക് കിഴക്കോ സൗത്ത് ഈസ്റ്റിലോ നോർത്ത് വെസ്റ്റിലോ നിങ്ങൾക്ക് കിച്ചൺ പണിയാവുന്നതാണ്. ഏറ്റവും നല്ലത് അഗ്നികോണായ സൗത്ത് ഈസ്റ്റിലാണ്. പ്രധാന ഡോറിന്റെ സ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്ക് ഉച്ചഭാഗങ്ങളിൽ വരണം. അതായത് കിഴക്കിലാണെങ്കിൽ കിഴക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, വടക്കിലാണെങ്കിൽ വടക്ക് മധ്യത്തിൽ നിന്നും വടക്ക് കിഴക്കിലേക്കും, തെക്കിലാണെങ്കിൽ തെക്ക് മധ്യത്തിൽ നിന്നും തെക്ക് കിഴക്കിലേക്കും, പടിഞ്ഞാറിലാണെങ്കിൽ പടിഞ്ഞാറ് മധ്യത്തിൽ നിന്നും വടക്ക് പടിഞ്ഞാറിലേക്കും പ്രധാന ഡോറ് കൊടുക്കാം. അതുപോലെ ഈ സ്ഥലത്ത് നമുക്ക് ലിവിംഗ് റൂമും പണിയാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു നിയമം. പിന്നെ കോർണറുകളിൽ പരമാവധി ടോയ്ലറ്റുകൾ ഒഴിവാക്കുക. വീട് എപ്പോഴും സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ വരിക. അപ്പോൾ ഈ നിയമം നിങ്ങൾ ഉറപ്പായിട്ടും പാലിക്കേണ്ടതാണ്. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഒരു ഫ്ലൈങ് സ്റ്റാർ കണക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞത് വാസ്തു എങ്കിൽ ഇപ്പോൾ പറയുന്നത് ഫെങ്ഷുയി ആണ്. അതായത് ഞാൻ വാസ്തുവും ഫെങ്ഷുയും രണ്ടിന്റെയും കൺസൾട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. അപ്പോൾ ഫെങ്ഷുയി പ്രകാരം, ഫെങ്ഷുയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവരതിൽ പറയുന്നത്. അത് ഓരോ വീടിനും വ്യത്യസ്തമായിരിക്കും അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ. 2010 പണി കഴിപ്പിച്ച ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ അല്ല 2025 പണി കഴിപ്പിച്ച ഒരു വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ. രണ്ടും ഒരേ പ്ലാൻ, ഒരേ കിഴക്ക് നോക്കി, ഒരേ ഡിഗ്രിയിലാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ പോലും രണ്ടും രണ്ട് കാലഘട്ടത്തിലാണ്. അതായത് ഒന്നെന്ന് പറയുന്നത് 2004-നും 2024-നും ഇടയ്ക്കുള്ള 20 കൊല്ലത്തിനകത്തുള്ള വീടാണ് ഒന്ന് വെച്ചിരിക്കുന്നത്. അത് പീരീഡ് 8 എന്ന് പറയും. രണ്ടെന്ന് പറയുന്നത് 2024-നും 44-നും ഇടയ്ക്കുള്ള ഒരു 20 കൊല്ലത്തിൽ വെക്കുന്ന വീടാണ്. അതിനെ പീരീഡ് 9 എന്ന് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും കിഴക്ക് ദർശനം, ഒരേ ഡിഗ്രി, ഒരേ പ്ലാൻ. പക്ഷെ രണ്ട് കാലഘട്ടത്തിൽ വെച്ചപ്പോൾ അതിന് രണ്ടിനും രണ്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പറായി. ഇനി എന്താണ് ഫ്ലൈങ് സ്റ്റാർ നമ്പർ? അതായത് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയി പ്രകാരം നമ്മളുടെ വീട് വെക്കുന്ന ആ ഒരു ടൈമും നമ്മുടെ വീടിന്റെ ഡിഗ്രിയും വെച്ചിട്ട് നമുക്കൊരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അത് വീടിന്റെ 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പറിൽ ഏത് സ്ഥലത്തെ ഫ്ലൈങ് സ്റ്റാർ ഉള്ള സ്ഥലത്താണ് ആ ഫ്ലൈങ് സ്റ്റാർ നമ്മൾ കിടക്കുന്ന റൂമിന്റെ ഫ്ലൈങ് സ്റ്റാർ എന്താണോ അതിന്റെ ഒരു എനർജി നമ്മളെ സ്വാധീനിക്കും. അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു 2-5 കോമ്പിനേഷനിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും വലിയ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കോമ്പിനേഷൻ പറയാം. 2-5 കോമ്പിനേഷനിലാണ് നിങ്ങളുടെ പ്രധാന ഡോറെങ്കിലോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നഷ്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേസമയം നിങ്ങളുടെ എൻട്രൻസിലുള്ള 99 നിൽക്കുകയാണെങ്കിലോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികളും ആ വീട്ടിൽ എന്നും ആഘോഷങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ മൂലം സാധിക്കും. ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിന്റെ ഒരു എനർജി, നിങ്ങളുടെ പ്രധാന വാതിലിന്റെ ഒരു എനർജി, അത് ഉറപ്പായിട്ടും നിങ്ങളെ സ്വാധീനിക്കും. അപ്പോൾ ആദ്യം നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കുകളും ആ വാസ്തുപ്രകാരമാണോ നിങ്ങൾ ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക. സെക്കൻഡ്, നിങ്ങളുടെ വീടിന്റെ ഓരോ റൂമുകളുടെയും ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ എൻട്രൻസിൽ നിൽക്കുന്ന സ്റ്റാർ ഏത് തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്ന് തരുന്നത്, നിങ്ങൾ ബെഡ്റൂം, ആ ബെഡ്റൂമിന് എന്ത് എനർജിയാണ്, ഇത് മനസ്സിലാക്കി ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകും. നല്ലൊരു ലൈഫ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഫെങ്ഷുയി നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നമുക്ക് ഫെങ്ഷുയിയുടെ ചില ടൂളുകൾ നോക്കാം. ഇത് ഒരു ക്രിസ്റ്റൽ ബോൾ ആണ്. നമുക്കറിയാം ഫെങ്ഷുയിയുടെ ഒരു 5 എലമെന്റിന്റെ തിയറിയാണ്. അതായത് സൗത്ത് വെസ്റ്റിൽ നിൽക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ സൗത്ത് വെസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എനർജി വീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള 2 ക്രിസ്റ്റൽ ബോളുകൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തെ വിൻഡോയിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എനർജിയെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വരാനായിട്ട് ഇത്തരം ക്രിസ്റ്റൽ ബോളുകൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി ഫെങ്ഷുയിൽ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ആണ്. ഇപ്പൊ ഗോൾഡും കോപ്പറുമായിട്ടുള്ള കോയിൻസ് ഉണ്ട്. ഇത് നമ്മുടെ ക്യാഷ് ബോക്സിലേക്ക് വയ്ക്കുമ്പോൾ നമ്മളിലേക്ക് സമ്പത്ത് കൂടുതലായിട്ട് വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ചൈനീസ് വാസ്തുകലയായ ഫെങ്ഷുയിൽ പറയുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.